Hi friends, welcome to the video. In this video, Adventures in the SSLC English part of very important questions. We SSLC English a passage paragraphs passage passage meaning. Okay. Before long, he was delving into my pockets and helping himself to whatever he could find. അധികം നാൾ കൂടാതെ തന്നെ അവൻ എന്ത് ചെയ്യാനായിട്ട് തുടങ്ങി എൻ്റെ പോക്കറ്റിലേക്ക് കയറാനും ഡെൽവിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചാടി ഇറങ്ങിയിട്ട് പരതാനൊക്കെ തുടങ്ങി. പരതുക കേട്ടോ, സെർച്ച് ചെയ്യുക, പരതുക എന്നുള്ള അർത്ഥമാണ് നമ്മൾ ഡെൽവിംഗ് എന്ന് പറയുന്നത്, പരതുക. ഓക്കെ, പരതാനൊക്കെ ആയിട്ട് തുടങ്ങി. ഹി വാസ് എ വെരി യങ് സ്ക്വിറൽ, ആരായിരുന്നു? ഒരു കുഞ്ഞൊരു അണ്ണനായിരുന്നു. ആൻഡ് ഹിസ് ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് probably thought him headstrong and foolish for trusting a human. അതായത് അവന്റെ ഫ്രണ്ട്സും റിലേറ്റീവ്സ് ഒക്കെ വിചാരിച്ചിട്ടുണ്ടായിരിക്കും മനുഷ്യന്മാരെ വിശ്വസിക്കാൻ മാത്രം ഒരു മണ്ടനാണോ നമ്മുടെ ഈ ഒരു അണ്ണാൻ എന്ന് അവന്റെ ഫ്രണ്ട്സും അതേപോലെ തന്നെ അവന്റെ റിലേറ്റീവ്സ് ഒക്കെ ചിലപ്പോൾ വിചാരിച്ചിട്ടുണ്ടായിരിക്കാം. In the spring, when the banyan tree was full of small red figs, birds of all kinds would flock into its branches. The red-bottomed bulbul, cheerful and greedy, gossiping rosy pastures, and parrots and crows squabbling with each other all the time. During the fig season, the banyan tree was the noisiest place on the road. Okay, അതായത് നമ്മൾ പറയുന്നത് സ്പ്രിംഗ് സീസണിൽ സ്പ്രിംഗ് സീസൺ ബാനിയൻ ട്രീയിൽ നിറയെ എന്തുണ്ടാവും? റെഡ് ഫിഗ്സ് ഉണ്ടാവും, അതായത് ചുവന്ന അത്തിപ്പഴങ്ങൾ ഉണ്ടാവും. ആ സമയത്ത് എല്ലാ തരത്തിലുള്ള ഓൾ കൈൻഡ്സ് ഓഫ് ബേർഡ്സ് എന്ത് ചെയ്യുന്നുണ്ടാവും? അതിന്റെ ചില്ലകളിലേക്ക് പറന്നു വരാറുണ്ട്. ഏതൊക്കെയാണെന്ന് പറയുന്നത്? ബുൾബുൾ ഉണ്ട്, പിന്നെ എന്തായിരുന്നു, പാരറ്റ്സ് ഉണ്ട്, ക്രോസ് ഉണ്ട്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള പക്ഷികളൊക്കെ കൂടിയിട്ട് എന്ത് ചെയ്യാറുണ്ടായിരുന്നു? ഈ ഒരു ബാനിയൻ ട്രീയുടെ ചില്ലകളിലേക്ക് വരാറുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ബാനിയൻ ട്രീ എന്ന് പറയുന്നത് ആ സമയത്ത് ആ റോഡിലെ ഏറ്റവും നോയ്സിയസ്റ്റ് ആയിട്ടുള്ള, ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള ഒരു സ്ഥലമായിരുന്നു എന്നാണ് പറയുന്നത്. Halfway up the tree, I had built a small platform on which I would often spend the afternoons when it wasn't too hot. I could read there, propping myself up against the bole of the tree with cushions taken from the drawing room. Okay, അപ്പോൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം ചൂടൊന്നും ഇല്ലാത്ത ആഫ്റ്റർനൂൺ സമയത്ത് ഇവരെന്ത് ചെയ്യും? ഇവൻ മരത്തിന്റെ മേലെ കയറിയിട്ട് മരത്തിന്റെ മേലെ ഒരു കുഷ്യനൊക്കെ വെച്ചിട്ട് ഇങ്ങനെ തലയിണൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടൊക്കെ ഒരു ഇരിക്കാനൊക്കെ ആയിട്ടുള്ള സെറ്റപ്പ് ഒക്കെ അവൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്യും? ആളവിടെ വായിക്കാനൊക്കെ ഇരുന്നിട്ട് തുടങ്ങാറുണ്ടായിരുന്നു. ഓക്കെ, യെസ്. അപ്പോൾ ഡ്രോയിങ് റൂമിൽ നിന്നാണ് കുഷ്യൻസ് ഒക്കെ വന്നിട്ടുള്ള. കുഷ്യൻ മീൻസ് തലയിണ പോലത്തെ സാധനമൊക്കെ ഉണ്ടോ, അതൊക്കെ വെച്ചിട്ട് അവൻ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. Treasure Island, Huckleberry Berry Finn, the Mowgli stories and the novels of Edgar Rice Burroughs and Louisa May Alcott made up my bag of very mixed reading. അപ്പോൾ ഒരുപാട് ബുക്സുകളുടെ പേരാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഏതൊക്കെയാണ്? ട്രഷർ ഐലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ബുക്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ബുക്സ് ഒക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എൻ്റെ കയ്യിൽ ഒരുപാട് ബുക്സ് ഉണ്ടായിരുന്നു, എൻ്റെ കയ്യിൽ ഒരുപാട് കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്നൊക്കെയാണ് പറയുന്നത്. എൻ്റെ ബാഗിൽ നിറച്ചും കളക്ഷൻസ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഇത്തരത്തിൽ ഒരു പാസേജ് തന്നതിന് ശേഷം നമുക്ക് ഇതിൽ നിന്ന് ചോദ്യങ്ങൾ ചോദിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നോക്കാം, what is special about the banyan tree during the fig season? അപ്പോൾ ഫിഗ് സീസണിൽ ബാനിയൻ ട്രീയുടെ സ്പെഷ്യാലിറ്റി എന്താണ്? ഒന്നാലോചിച്ച് നോക്കിയാൽ എന്തായിരുന്നു നമ്മുടെ ബാനിയൻ ട്രീയുടെ സ്പെഷ്യാലിറ്റി ഫിഗ് സീസണിൽ? അതായത് അത്തിപ്പഴം ഉണ്ടാകുന്ന ആ ഒരു സീസണിൽ നമ്മുടെ ബാനിയൻ ട്രീയുടെ സവിശേഷതകൾ എന്താണ് എന്നുള്ളതാണ് ഒന്നാമത്തെ ചോദ്യം. ഓക്കെ, നിങ്ങളൊന്ന് ഗസ് ചെയ്യുക ആൻസർ. അടുത്ത ചോദ്യം, ഹു വാസ് ഡെൽവിംഗ് ഇൻ ടു ദ ബോയ്സ് പോക്കറ്റ്? അതായത് ആൺകുട്ടിയുടെ, അതായത് ആ കുട്ടിയുടെ പോക്കറ്റിലേക്ക് ആരാണ് ഇറങ്ങിയിട്ട് പരതാനൊക്കെ ആയിട്ട് തുടങ്ങിയത്? ഓക്കെ, ആരായിരുന്നു നിങ്ങൾക്ക് അറിയാം? നിങ്ങളൊന്ന് ഗസ് ചെയ്തോളൂ, അതിനുശേഷം ഞാൻ ആൻസർ പറയാം. Identify the sentence which tells us that the boy is fond of reading. Fond of എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ ഇഷ്ടമാണെന്നാണ്. fond of reading. അപ്പോൾ ഈ കുട്ടിക്ക് റീഡിംഗ് വളരെ ഇഷ്ടമാണ് എന്ന് കാണിക്കുന്ന ഫ്രേസ് ഏതാണ്, അല്ലെങ്കിൽ ഏതാണ്, വാക്കുകൾ ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. Pick out the word from the passage which means searching thoroughly and carefully. വളരെ സൂക്ഷ്മതയോട് കൂടിയിട്ട് സെർച്ച് ചെയ്യുന്നതിന് അല്ലെങ്കിൽ അന്വേഷിക്കുന്നതിന്, തിരയുന്നതിന് പറയുന്ന ഒരു വേർഡ്, ഒരു സ്പെസിഫിക് വേർഡ് അതിലുണ്ട്. അത് ഏതാണ് വേർഡ് എന്ന് ചോദിച്ചിട്ടുണ്ട്. Why did the boy build a small platform on the tree? എന്തിനു വേണ്ടിയിട്ടാണ് കുഞ്ഞൊരു പ്ലാറ്റ്ഫോം, ആ ട്രീയുടെ മേലെ ഒരു കുഞ്ഞൊരു പ്ലാറ്റ്ഫോം നമ്മുടെ ഈ ആൺകുട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? Name the books which made up his bag of mixed reading. ഒരുപാട് തരത്തിലുള്ള ബുക്സ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞില്ല അവന്റെ ബാഗിൽ. അപ്പൊ ഏതൊക്കെയായിരുന്നു ആ ബുക്കുകൾ? ആ പേര് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആൻസർ ചെയ്ത് തുടങ്ങാം. വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദ ബാനിയൻ ട്രീ ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ? ഫിഗ് സീസണിൽ പ്രത്യേകത എന്താണ്? ഡ്യൂറിംഗ് ദ ഫിഗ് സീസണിൽ എന്താ പറയുന്നത്? ഡ്യൂറിംഗ്, ആ സമയത്ത്, ഡ്യൂറിംഗ് ദ ഫിഗ് സീസൺ ദ ബാനിയൻ ട്രീ വാസ് ദ നോയ്സിയസ്റ്റ്, ഏറ്റവും ശബ്ദമുഖരിതമായിട്ടുള്ള സ്ഥലമാണ് ഈ പറയുന്ന ബാനിയൻ ട്രീ എന്ന് പറയുന്നത്. രണ്ടാമത്തെ ചോദ്യം,
Who was delving into the boy's pocket? ആരാണ് കുട്ടിയുടെ പോക്കറ്റിലേക്കൊക്കെ കയറിയുന്നത്? ആരായിരുന്നു? The squirrel. അണ്ണാനാണ് കയറിയിരുന്നത്. Identify the sentence which tells us that the boy is fond of reading. ആ കുട്ടിക്ക് ഭയങ്കരമായിട്ട് റീഡിങ് ഇഷ്ടമായിരുന്നു എന്ന് പറയുന്ന ആ ഒരു സെന്റൻസ് ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളത്. I could read there. അപ്പൊ എന്താ കുട്ടി പറഞ്ഞിരുന്നേ? ഞാൻ വായിക്കാറുണ്ടായിരുന്നു. Propping myself up against the wall of the tree with the cushions taken from the drawing room. ഓക്കെ, ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അത് മാത്രമല്ല, പിന്നെ കുറെ ബുക്കുകളുടെ പേരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് എഴുതാവുന്നതാണ്. ഇതല്ലെങ്കിൽ അത് എഴുതാം. ഏതെങ്കിലും എഴുതിയാൽ മതിയോ? ഓക്കെ, ഒരുപാട് വലിച്ചിട്ട് എഴുതരുതില്ല. ഒന്നുകിൽ ഈ ഒരു ഭാഗം എഴുതാം, അല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ ഈ വേർഡ് എഴുതിയാലും മതി. അല്ലെങ്കിൽ എല്ലാം കൂടെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചർ വിചാരിക്കുക എന്താ, നിങ്ങളെല്ലാം ഫുൾ എടുത്ത് എഴുതിയിരിക്കാനുള്ള രീതിയിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടാതാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഒന്നുകിൽ ഇങ്ങനെ എഴുതാം, എന്നിട്ടൊരു ഇങ്ങനെ ഒരു വര ഇട്ടതിന് ശേഷം, ഓക്കെ, ഒരു സ്ലാഷ് ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, ഇനി അടുത്തത് പിക്ക് ഔട്ട് ദ വേർഡ്. ഒരു വേർഡ് തിരഞ്ഞെടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ് ഈ പാസേജിൽ നിന്ന്? സെർച്ചിങ് thoroughly and carefully, വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് സെർച്ച് ചെയ്യുന്നതിന് പറയുന്ന ഒരു വേർഡ് ഏതാണെന്നുള്ളത് പറഞ്ഞിട്ടുള്ളത്. ഏതാണ് നമ്മൾ പറഞ്ഞിരുന്നത്? ഡെൽവിങ് എന്നുള്ള ഒരു വേർഡാണ് കേട്ടോ. ഡെൽവിങ്, പരതുക എന്ന് നമ്മൾ പറഞ്ഞു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ, അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ദ ബോയ് ബിൽഡ് എ സ്മോൾ പ്ലാറ്റ്ഫോം ഓൺ ദ ട്രീ? എന്തിനു വേണ്ടിയിട്ടാണ് ആ കുട്ടി ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയത്? കാരണം he would like to spend his afternoons, അവന്റെ ആഫ്റ്റർനൂണുകൾ സ്പെൻഡ് ചെയ്യാനായിട്ട് എവിടെയാണ്? ആ മരത്തിന്റെ മേലെ. when it wasn't too hot, അധികം ചൂടില്ലാത്ത സമയത്ത്. അതിന് വേണ്ടിയിട്ടാണ് ആ കുഷ്യനൊക്കെ വെച്ചിട്ട് എന്തുണ്ടാക്കിയിട്ടുള്ളത്? ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുള്ളത്. Name the books which made up his bag of mixed reading. ഓക്കെ, ഒരുപാട് ബുക്സിന്റെ പേര് പറഞ്ഞില്ല. ആ ബുക്സിന്റെ പേര് എന്തൊക്കെയാണെന്ന് ചോദിച്ചിട്ടില്ല. ഓക്കെ, അപ്പൊ പേരുകൾ നമുക്ക് പറയാവുന്നതാണ്. ഓക്കെ, അത്രേ ഉള്ളൂ. ഇനി അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞാൽ, the boy in the story adventures in a banyan tree was very much excited by his acquaintance with the squirrel. He writes his feelings in his diary. Write the likely diary entry. The following hints may help you to write the diary. Okay, അപ്പോൾ നോക്കി, ഡയറിയുടെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ട്. ആദ്യം എന്റെ ചോദ്യം എന്ന് പറയട്ടെ. അതായത് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബാനിയൻ ട്രീ എന്ന് പറയുന്ന കഥയില് ആ കുട്ടിക്ക് വളരെയധികം എക്സൈറ്റഡ് ആയി. സ്ക്യൂരല് ഭയങ്കരമായിട്ട് അറ്റാച്ച്ഡ് ആയല്ലോ ഇവന്റെ കൂടെ. ഓക്കെ, അണ്ണന് ഭയങ്കരമായിട്ട് ഇവന്റെ കൂടെ അറ്റാച്ച്ഡ് ആയി. അപ്പോൾ എഴുതാനിടയുള്ള, ആ ദിവസം എഴുതാൻ സാധ്യതയുള്ള ഒരു ഡയറി എൻട്രീനെ കുറിച്ചാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഡയറി എഴുതുന്ന സമയത്ത് നിർബന്ധമായിട്ടും ഡയറി എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കണം. ഹെഡിങ് പോലെ നമ്മൾ എന്ത് ചെയ്യണം? ഡയറി എന്ന് ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതിയിട്ടുണ്ടായിരിക്കണം. ഈ ഒരു ഫോർമാറ്റ് കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുന്നുണ്ടാവുക. ഇവിടെ നമുക്ക് ഡേറ്റും മാസവും എഴുതാം. ഓക്കെ, ഇവിടെ എന്ത് എഴുതാം? ദിവസവും എഴുതാം. നിങ്ങളൊരു ഡയറി ഇല്ലേ, നമ്മുടെ കയ്യിൽ ഡയറി ഉണ്ടാവും, ടീച്ചേഴ്സിന്റെ ഡയറി ഒക്കെ ഇല്ല. അപ്പൊ അതൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഒരു ഫോർമാറ്റ് വരുന്നത്. ഇവിടെ 18 ജൂൺ, അവിടെ എന്ത് ചെയ്യാം? അവിടെ നമുക്ക് ആ ദിവസവും എന്നാണെന്ന് എഴുതാം. ഇനി ആദ്യമായിട്ട് ഡയറിയിൽ എഴുതേണ്ട ഒരു കാര്യം എന്താണ്? നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിന്റെ വീഡിയോസ് ഒക്കെ. ടുഡേ ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദിസ് എർത്ത്. ഓക്കെ, അന്നത്തെ സവിശേഷത എഴുതാം. ഓക്കെ, അതായത് സ്പെഷ്യാലിറ്റി ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ഡേ, ആ ഒരു ദിവസത്തെ സ്പെഷ്യാലിറ്റി എഴുതാം. സ്പെഷ്യാലിറ്റി ആ ദിവസത്തെ പ്രത്യേകത എന്താണ്? അപ്പോൾ ഇവിടെ പറയുന്നതാണ്, ടുഡേ ഐ ആം ദ ഹാപ്പിയസ്റ്റ് പേഴ്സൺ ഓൺ ദിസ് എർത്ത്. ഇന്ന് ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ് ഞാൻ, ഒരാളാണ് ഞാൻ എന്ന് പറയുന്നത്. I just can't believe that a small gray squirrel has started believing in me. എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അതായത് കുഞ്ഞൊരു അണ്ണാൻ എന്ത് ചെയ്തു? എന്നെ വിശ്വസിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അതായത് എന്റെ പോക്കറ്റ് വരാനും എന്റെ കയ്യിൽ നിന്ന് ഭക്ഷണം എടുക്കാനൊക്കെ തുടങ്ങിയിരിക്കുന്നു. വിച്ച് മീൻസ് he started believing in me. എന്നിൽ അവൻ വിശ്വസിക്കാൻ തുടങ്ങി. At first, ആദ്യം he was not ready to accept me as his friend. അവന് എന്നെ ഒരു ഫ്രണ്ടായിട്ട് അക്സെപ്റ്റ് ചെയ്യാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. But when he found that I did not arm myself with a catapult or an air gun, he became friendlier. അതായത് പിന്നീട് അവന് മനസ്സിലായി, അവൻ കണ്ടെത്തി. എന്തുകൊണ്ട് കണ്ടെത്തിയേ? എന്റെ കയ്യിൽ ആയുധങ്ങളില്ല. മറ്റേ കവണയില്ലേ, അതോ എയർ ഗണ്ണോ അതൊന്നും ഇല്ലാന്ന് മനസ്സിലായപ്പോ എന്ത് ചെയ്തു? അവൻ എന്റെ കൂടെ നല്ല ഫ്രണ്ട്ലി ആയി. ആൻഡ് ടു മൈ സർപ്രൈസ്, എന്റെ സർപ്രൈസിന് അല്ലെങ്കിൽ ഞാൻ പറയണ എക്സൈറ്റ്മെന്റോട് കൂടി ഞാൻ പറയട്ടെ, when I left him pieces of cake and biscuits, അതായത് ഞാൻ അവന് കേക്കും ബിസ്ക്കറ്റൊക്കെ കൊടുത്ത സമയത്ത് he grew bolder and finally became familiar enough to take food from my hands. ആള് ഭയങ്കര ബോൾഡായിട്ട് എന്ത് തുടങ്ങി? എന്റെ കയ്യിൽ നിന്ന് പോലും ഫുഡ് എടുക്കാനായിട്ട് തുടങ്ങി. I feel so happy for him. എനിക്ക് വളരെ സന്തോഷമുണ്ട് ഇപ്പോൾ. Thank you my first friend. എന്റെ ഫസ്റ്റ് ഫ്രണ്ട് ആണ് അവൻ. So thank you for my first friend for having faith in me. എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന്, ഫെയ്ത്ത് എന്ന് പറഞ്ഞാൽ വിശ്വാസം, എന്നിൽ വിശ്വാസം അർപ്പിച്ചതിന് വളരെ നന്ദി എന്നാണ് പറയുന്നത്.
ഓക്കെ, ഇതാണ് ഒരു ഡയറിയുടെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത്. അധികം വലിച്ചു നീട്ടി എഴുതേണ്ട കാര്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ട് എഴുതി പോകാവുന്ന ഒരു കാര്യമാണ് എന്ത് ചെയ്യുന്നത്, ഡയറി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ളത്, ഓക്കെ, ഇതൊരു എഡിറ്റിങ്ങിന്റെ ഭാഗമാണ് കേട്ടോ. ഓക്കെ, എഡിറ്റിംഗ്, ഇത് ലെറ്റർ ചോദിക്കും, ഇങ്ങനെ ഒരു എഡിറ്റിംഗ് അറിയില്ല, പക്ഷെ ലെറ്റർ ഒക്കെ എഴുതാനായിട്ട് ചോദിക്കാറുണ്ട്. ഇവിടെ ഒരു എഡിറ്റിങ്ങിന്റെ ഒരു പാസേജിന്റെ ഭാഗമാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രം പറയാം. ഓക്കെ, ഫുള്ളായിട്ട് ഞാൻ വായിച്ചു പോകുന്നില്ല. ഇവിടെ ഒരു ലെറ്റർ കൊടുത്തിട്ടുണ്ട്. ഈ ലെറ്റർ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇതൊരു എന്ത് ലെറ്ററാണ്, ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ബിക്കോസ് ഇതൊരു ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ബിക്കോസ് എന്താണ്, അല്ലെങ്കിൽ ഒരു ഇൻഫോർമൽ ലെറ്റർ ആണെന്ന് പറയാം. ഇൻഫോർമൽ ലെറ്റർ ആണ്. ബിക്കോസ് ഇവിടെ എഴുതിയിട്ടുള്ളത് നോക്കിയേ, ഇവിടെ ഒരു പേരും അഡ്രസ്സും എഴുതിയിട്ടുണ്ട്. പിന്നെ നോക്കിയേ, ഡിയർ എന്ന് പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് എന്താണ്, ഒരു ഇൻഫോർമൽ ലെറ്റർ ആണ്, അല്ലെങ്കിൽ ഫ്രണ്ട്ലി ലെറ്റർ ആണ്. ഓക്കെ, അവിടെ ഹോപ്പ് ഓൾ ആർ ഡൂയിങ് വെൽ, ഹിയർ ഓൾ ആർ ഫൈൻ. അവിടെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു, ഇവിടെ എല്ലാവർക്കും സുഖമാണ്. പിന്നെ ഹേ അച്ചു ടുഡേ ഐ ഹാപ്പൻ ടു സീ. അപ്പൊ നോക്കിയേ, ഇവിടെ ഹാപ്പൻ എന്നാണ് കൊടുത്തിട്ടുള്ളത്, ഐ ഹാപ്പൻ. ഇങ്ങനെ ഒരു വെർബാണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ മിക്കവാറും അവിടെ വരാൻ സാധ്യതയുള്ളത് വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ് ഇത്, ഹാപ്പൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ വരാൻ സാധ്യതകൾ എന്താണെന്നറിയോ, തീർച്ചയായിട്ടും വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് വരാൻ സാധ്യതയുള്ളത്. മനസ്സിലായാലും V1 ആണ് തന്നിട്ടുള്ളത് എങ്കിലും എന്താണ് V2 വരാനായിട്ടുള്ള സാധ്യതയാണ് ഉള്ളത്. എപ്പോഴും അങ്ങനെയല്ല, ചില കേസിൽ അങ്ങനെയാണ്. സോ ഇവിടെ ടുഡേ ഐ ഹാപ്പൻ ടു സീ, ഞാൻ കാണാൻ ഇടയായി എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഹാപ്പൻഡ് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ് യൂസ് ചെയ്യുന്നത്. ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര, എന്നാൽ ഫൈറ്റ് ആണ് കാണാനിടയായി. ഹാപ്പൻ ടു സീ എ ഫൈറ്റ് ബിറ്റ്വീൻ എ മംഗൂസ് ആൻഡ് എ കോബ്ര, ഒരു പാമ്പും കീരി നമ്മൾ ഫൈറ്റ് കാണാനിടയായി. ഇറ്റ് വാസ് റിയലി എ ബ്രെത്ത് ടേക്കിംഗ് സീൻ, വളരെയധികം ബ്രീത്ത് ഒക്കെ മരവിപ്പിക്കുന്ന ഒരു സംഭവം സീനായിരുന്നു. I must say that both രണ്ടാമത്തെ എഡിറ്റിംഗ് വരാൻ സാധ്യതയുള്ളത് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്. ഇവിടെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരാൻ സാധ്യതയുണ്ട്. The super fighters, the cobra was trying to mesmerize the mongoose, but the mongoose was well aware of his opponent's power. With courage, sheer വേർഡുകൾ തമ്മിൽ അങ്ങോട്ടും, ഇത് വേർഡ് അല്ല, ഇത് ഫ്രേസ് ആണെന്ന് പറയാം. ഫ്രേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് വേർഡുകളുടെ ഒരു കോമ്പിനേഷൻ ആണ് ഫ്രേസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ നിന്ന് ആ വേർഡുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടുള്ളതാണ്. ഷിയർ കറേജ് ഇസ് ദ റൈറ്റ് വേർഡ് ആൻഡ് റൈറ്റ് ഫ്രേസ്, നോട്ട് റൈറ്റ് വേർഡ്, ഇറ്റ് ഇസ് റൈറ്റ് ഫ്രേസ്. ഓക്കെ, ഷിയർ കറേജ്. ഇനി ഇവിടെ നോക്കി, മംഗൂസ് വാസ് വെൽ അവെയർ ഓഫ് ഹിസ് ഒപ്പോണൻസ്. ഒപ്പോണൻസ് വെച്ചാൽ എതിരാളിയുടെ. ഉഡേ എന്ന് പറയുന്ന സമയത്ത് ഒപ്പോണൻസ് ഒരു അപ്പോസ്ട്രോഫി വേണം, അയാളുടെ എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പോസ്ട്രോഫി വേണം. ഇത്രയാണ് ഇതിൽ എഡിറ്റിംഗിന്റെ ഭാഗമായിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നോക്കിയേ, മെയിൻ ആയിട്ടുള്ള എഡിറ്റിംഗിന്റെ ഇതിൽ കാണിച്ചിട്ടുള്ള എഡിറ്റിംഗിന്റെ മെയിൻ ആയിട്ടുള്ള മിസ്റ്റേക്സ്, ഒന്നാമത്തെ കാര്യം വെർബിന്റെ ഫസ്റ്റ് ഫോം ആണ്, അതെന്തായിട്ട് മാറും, അത് സെക്കൻഡ് ഫോം ആയിട്ട് മാറും. പിന്നെ സ്പെല്ലിംഗ് മിസ്റ്റേക്കുകൾ വരാൻ സാധ്യത. അപ്പോൾ എഡിറ്റിംഗ് തന്നു കഴിഞ്ഞാൽ സ്പെല്ലിംഗ് നോക്കുക കറക്റ്റ് ആയിട്ട്. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ആണ് ഇവിടെ. ഒപ്പോണൻസ് എതിരാളിയുടെ, അയാളുടെ, എന്റെ എന്നൊക്കെ പറയുന്ന ആ സമയത്ത് എന്ത് ചെയ്യണം, അപ്പോസ്ട്രോഫി ആഡ് ചെയ്താണ് ചെയ്യേണ്ടത്. ഇനി കറേജ് ഷിയർ എന്നല്ല പറയേണ്ടത്, എന്താ പറയേണ്ടത്, ഷിയർ കറേജ് എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. സോ ഹാപ്പൻ, സോ ഇവിടെ എന്തായിരുന്നു, V1 എന്തായി മാറി, V2 ആയിട്ട് മാറി. ഇവിടെ എന്തായിരുന്നു, സ്പെല്ലിംഗ് ആയിരുന്നു. ഇനി ഒപ്പോണൻസ് ഇവിടെ അപ്പോസ്ട്രോഫി ആഡ് ചെയ്യുന്നതായിരുന്നു. ആൻഡ് ഷിയർ കറേജ് വേർഡുകൾ അങ്ങോട്ടും മിസ്മാച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, so that's all for today, and if you like this video, please like, share and subscribe. ഇതുപോലെയുള്ള നമ്മുടെ കുഞ്ഞു കുഞ്ഞു ഭാഗങ്ങളായിട്ട് നമ്മൾ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. സോ തീർച്ചയായിട്ടും കാണാനായിട്ട് നോക്കുക, വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള രീതിയിൽ ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ഒരു ഇത്തിരി സ്പീഡായിട്ടാണ് ചെയ്യുന്നത്. സോ ഐ ഹോപ്പ് യു ഹാവ് അണ്ടർസ്റ്റുഡ് ഓൾ ദീസ് തിങ്സ്.